ഉബുണ്ടുവിലെ ജിംപ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു പോസ്റ്റ് നിർമ്മിക്കുക എന്നാണ് ഈ വീഡിയോയിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഉബുണ്ടുവിൽ അത്യാവശ്യമായിട്ടൊന്ന് പരിചയപ്പെടേണ്ട ചില ടൂളുകളുണ്ട്. ആ ടൂളുകളൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമുക്ക് ആപ്ലിക്കേഷനകത്ത് ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് GNU മാനിപ്പുലേറ്റഡ് ഇമേജ് മാനിപ്പുലേറ്റഡ് പ്രോഗ്രാം എന്നാണ് ജിംപ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ജിംപ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നൊരു ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഈ ഒരു ഇൻ്റർഫേസിനകത്ത് പ്രത്യേകിച്ച് ടൂളുകളൊന്നും ആദ്യം പ്രകടമാകുന്നില്ല, കാണണമെന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങൾ ഓപ്പൺ ചെയ്തെടുക്കണം. ഫയൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ന്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാൻവാസ്, ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗം വരും. നമുക്കൊരു 2000 പിക്സലിൻ്റെ അകത്ത് 2000x2000, അതായത് ഒരു സ്ക്വയർ ഷേപ്പ് പിക്സലാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫേസ് ആൻഡ് ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ചെയ്ത് വരിക. നമുക്കവിടെ കുറച്ച് ടൂളുകൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ടൂളുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് എന്ന് പറയുന്ന ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ഡയലോഗ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ലേയേഴ്സ് എന്ന് പറയുന്ന ടൂൾ എവിടെ ഉണ്ട്, ആ ടൂളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഒരു ഓപ്ഷൻ ഉള്ളത് Ctrl+L എന്നത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും ചെയ്യാതെ ചെയ്യാവുന്നതാണ്. Ctrl+L. അപ്പോൾ ലേയേഴ്സ് എന്ന് പറയുന്ന ടൂൾ ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ ലേയേഴ്സ് എന്ന് പറയുന്ന ടൂൾ ഓപ്പൺ ആയിട്ട് വന്നു. അടുത്തതായിട്ട് നമുക്ക് ലേയേഴ്സ് ടൂള് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റ് ടൂളുകൾ ഓപ്പൺ ചെയ്യണം. അവിടെ നമുക്ക് ടൂൾസ് എന്ന് പറയുന്ന ഭാഗത്ത് Ctrl+B എന്ന് പറയുന്ന ടൂൾ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാവുന്ന ഒരു ടൂളാണ് ന്യൂ ടൂൾ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ ടൂൾ ബോക്സ് നമുക്ക് Ctrl+B അടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട്, അതായത് ഈ സ്റ്റെപ്പൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. ഈ രണ്ടെണ്ണമാണ് പ്രധാനമായിട്ട് നമ്മുടെ ടൂളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എഴുതണം എന്ന് കരുതാം. അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൻ്റെ ഒരു A എന്ന പേരുള്ള ഒരു ടൂൾ ഇവിടെ കിടക്കും. അപ്പോൾ ആ ടെക്സ്റ്റ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിലുള്ള സാധനങ്ങൾ ഇവിടെ സുഖമായിട്ട് ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷ് അല്ല, നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെന്ന് കരുതുക. നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് പരിചയപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ പേര് മംഗ്ലീഷ് നമ്മൾ ഗൂഗിളിനകത്ത് മംഗ്ലീഷ് ടൈപ്പിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മംഗ്ലീഷ് ടു മലയാളം കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് smartwebsolution.org എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് അങ്ങനെയും സെർച്ച് ചെയ്യാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മംഗ്ലീഷ് എന്ന് പറഞ്ഞത്. നമുക്ക് ഈ വെബ്സൈറ്റിനകത്ത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന, അതായത് ഇംഗ്ലീഷിലല്ലാതെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന സാധനങ്ങൾ, ഇംഗ്ലീഷിലോ ഏത് കാര്യത്തിലാകട്ടെ, അത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് തരുന്ന ഒരു വെബ്സൈറ്റാണ്. ഇപ്പം നമ്മളിപ്പം പ്രിയമുള്ളവരെ എന്ന് ടൈപ്പ് ചെയ്യണമെന്ന് കരുതുക. പ്രിയമുള്ളവരെ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത സമയത്ത് അത് നമുക്ക് മലയാളത്തിലേക്കായി വന്നിട്ടുണ്ട്. നമ്മളത് കോപ്പി ചെയ്യുക. Ctrl+A എന്ന് പറയുന്ന ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മൗസ് കീ കൊണ്ട് തന്നെ മുഴുവനായിട്ട് കോപ്പി ചെയ്യാം. Ctrl+A അടിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സെലക്ട് ആണ് ചെയ്യാം. അത് കോപ്പി ചെയ്യണമെങ്കിൽ Ctrl+C കൂടെ അടിക്കണം. Ctrl+C കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിയായി. നമുക്കത് മൗസ് പോയിന്റ് വെച്ചിട്ട് കോപ്പി ചെയ്ത് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, അങ്ങനെയും ക്ലിക്ക് ചെയ്യാം. അത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്കതിവിടെ എഴുതണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കളർഫുൾ പോസ്റ്റിലേക്ക് പോകുക എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ ചെയ്തത് പേസ്റ്റ് അടിച്ചു. പേസ്റ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ സൈസ് വലുതാക്കി. ഇവിടെ നമുക്ക് മലയാളത്തിലുള്ള ചില ഫോണ്ടുകൾ കൂടെ പരിചയപ്പെടും. കേരളീയം എന്ന് പറഞ്ഞൊരു ഫോണ്ട് നമ്മുടെ ഉബുണ്ടുവിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. കേരളീയം, അതേപോലെ മഞ്ചരി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. MA എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ചരി, MAN, മഞ്ചരി എന്ന ഫോണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് മഞ്ചരിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത പ്രിയമുള്ളവരെ മുഴുവൻ സെലക്ട് ചെയ്തതിന് ശേഷം മഞ്ചരി എന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. മഞ്ചരി തന്നെ 3 ടൈപ്പ് ഉണ്ട്, ഫോണ്ട് തിക്ക്, ബോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മഞ്ചരി അല്ലാതെ പിന്നെ ഒരു ഫോണ്ട് വരുന്നത് ഉറൂബാണ്. UR എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ഉറൂബ് എന്ന് പറയുന്നൊരു ഫോണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഉറൂബ് എന്ന് പറയുന്ന ബോൾഡ് ഫോണ്ടുകൾ. ഇത്തരത്തിലുള്ള കുറച്ച് ഫോണ്ടുകളാണ് മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതും അത്യാവശ്യം ഭംഗിയുള്ള ഫോണ്ടുകളാണ്. ഇതാണ് ഒരു ടെക്സ്റ്റ് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചിത്രം ഉൾപ്പെടുത്തുക എങ്ങനെയാണ് എന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു പുതിയ ചിത്രം എടുക്കണമെങ്കിൽ നമുക്ക് 2 ടൂളുകളുണ്ട് ഇതിനകത്ത്. ഫയൽസിനകത്ത് ഓപ്പൺ ആസ് എ ലെയർ എന്ന് പറയുന്നതും ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺസ് ഉണ്ട്. നമുക്ക് ഓപ്പൺ ആസ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ക്യാൻവാസിൽ തന്നെ നമുക്ക് ചിത്രം ഓപ്പൺ ആയിട്ട് വരും.
അപ്പോൾ ഇവിടെ നമ്മളുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് വരും. കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ എവിടെയാണോ ചിത്രം വെച്ചിരിക്കുന്നത് ആ ഭാഗത്തുള്ളൊരു ഫോട്ടോസ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. നമ്മളിവിടെ ഒരു ചിത്രം സെലക്ട് ചെയ്തു, എന്നിട്ട് ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ വലുതായിട്ടോ ചെറുതായിട്ടാണോ വരിക. ഈ സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചില ടൂളുകളാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് മാറ്റിവെക്കാൻ, ചലിപ്പിക്കാനൊക്കെയുള്ള ടൂളുകളാണ് ഈ ഒരു മൂവ് കീ എന്ന് പറയുന്ന ബട്ടൺ, അല്ലെങ്കിൽ മൂവ് ടൂൾ എന്ന് പറയുന്ന ബട്ടൺസ്. ഇപ്പോൾ നമ്മുടെ ക്യാൻവാസ് എത്രയുണ്ട്, ഈ വെള്ള കാണുന്ന ഭാഗമാണ് നമ്മുടെ ക്യാൻവാസ് എന്ന് പറയുന്നതിൽ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന സാധനം. ആ ടെംപ്ലേറ്റിന് പുറത്തോ അകത്തോ നമുക്ക് എത്ര ഭാഗത്താണ് ഈ ചിത്രം വേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. നമുക്കതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൂളാണ് അടുത്ത പറയാൻ പോകുന്നത്. സ്കെയിൽ ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളാണ് സ്കെയിൽ ടൂൾ. ഈ ഭാഗത്ത് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്കെയിലിനകത്ത് ഇതൊരു ലോക്ക് ബട്ടണാണ്. ഈ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ചേഞ്ച് ആയി പോവില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്കെയിൽ സെറ്റ് ചെയ്യുന്നു, സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള അത്ര തന്നെ നമ്മൾ സൈസ് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്കെയിൽ ബട്ടണിലേക്ക് പ്രസ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിനെ മൂവ് ചെയ്ത് വെക്കാനുള്ള ടൂൾ സെലക്ട് ചെയ്യുന്നു. നമുക്കത് ക്യാൻവാസിലേക്ക് സെറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സ്കെയിൽ സെറ്റ് ചെയ്ത് വെച്ച് സ്കെയിൽ എന്ന് പറയുന്ന ബട്ടണിലേക്ക് പ്രസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആ സ്കെയിൽ സെറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ഒരു പോസ്റ്ററിനകത്ത് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ടൂളിനകത്ത് നമ്മൾ മൂവബിൾ ടൂൾ പഠിച്ചു, ഫോണ്ട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ പോസ്റ്ററുകളെ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ടെംപ്ലേറ്റുകൾ ലഭിക്കുന്ന ചില വെബ്സൈറ്റ് കൂടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ക്രോമിനകത്ത് ഫ്രീ പിക്ക് എന്ന് സെർച്ച് ചെയ്യുക. ഫ്രീ പിക്ക് എന്ന രീതിയിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഫ്രീ പിക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് PSD ഫോർമാറ്റിനകത്തുള്ള ധാരാളം പോസ്റ്ററുകൾ ലഭ്യമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ PSD ഫോർമാറ്റ് എന്ന് പറയുന്നത് എഡിറ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റാണ്. ഫോട്ടോഷോപ്പ് അതേപോലുള്ള ആപ്ലിക്കേഷനകത്ത്, പോസ്റ്റർ നിർമ്മിക്കുന്ന ആപ്ലിക്കേഷനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിനെയാണ് ഞാൻ PSD ഫോർമാറ്റ് അല്ലെങ്കിൽ .xcf ഫോർമാറ്റ് എന്നൊക്കെ പറയുന്നത്. അത് ഓരോ ഫോർമാറ്റാണ്. നമ്മൾ JPG PNG ഫോർമാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്കൊരു ന്യൂ ഇയർ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റർ വേണം എന്ന് കരുതുക. അതിൻ്റെ ഒരു PSD ഫയലാണ് നമുക്ക് വേണ്ടതെന്ന് കരുതുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റിസോഴ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്തായിട്ട് നമ്മൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ഫ്രീ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം PSD എന്ന് പറയുന്ന ബട്ടൺസ് പ്രസ് ചെയ്യുക. PSD ഇത് രണ്ടും പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ന്യൂ ഇയർ ആണെങ്കിൽ ന്യൂ ഇയർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ഓപ്പൺ ചെയ്യുക. ന്യൂ ഇയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ചില ഫോർമാറ്റുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്കൂളിൻ്റെ പേരോ സ്ഥാപനത്തിൻ്റെ പേരോ അങ്ങനെ എന്തും തന്നെയാകട്ടെ അത് നമുക്കിതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രത്യേകതയാണ് നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഫോർമാറ്റിലുള്ള ഒരു PSD ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ബട്ടൺസ് അവൈലബിൾ ആണ്. അത് പ്രസ് ചെയ്യാം. ഫ്രീ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ബട്ടൺസിൽ പ്രസ് ചെയ്യാം. ഫ്രീ ഡൗൺലോഡ്സിൽ പ്രസ് ചെയ്യുന്നു. നമുക്ക് ഈ ഫയലോ സേവ് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജിംപിൽ ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ സേവ് എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ്സിൽ ചെക്ക് ചെയ്യാം. 97 MB ഉണ്ട് ആ ഫയൽ ഓപ്പൺ ചെയ്ത് വരാം. അപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ഫോർമാറ്റിലാണ് കിട്ടുക. .psd എന്ന് പറയുന്ന ഒരു ഫയലായിട്ടാണ് ഉണ്ടാകുക. .psd ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ജിംപിനകത്തേക്ക് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഫോർമാറ്റ് ചോദിക്കുക. അപ്പം നിങ്ങളോട് അതിൻ്റെ RGB ഒക്കെ കൺവേർട്ട് ചെയ്യണോ കീപ്പ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കാം. നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യണം. അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമ്മുടെ നേരത്തെ ഫയലൊന്ന് ക്യാൻസൽ ചെയ്തിടാം. ഓക്കെ, ഡിസ്കാർഡ്. അപ്പോൾ യെസ്, നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന ബട്ടൺസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലേയേഴ്സാണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇവിടെ ആ ഒരു ഫയലിൻ്റെ ലെയർ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പം ഏറ്റവും ബേസിക്കലി ഉള്ള ലെയർ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടാണ്. മറ്റ് ലെയറുകളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒരു മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഒരു ചിത്രം കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇതിൻ്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റ് ടെക്സ്റ്ററുകൾ അല്ലെങ്കിൽ
പാറ്റേൺസ് അല്ലെങ്കിൽ വെക്റ്റർ എന്നൊക്കെ പറയാവുന്ന ചില ഭാഗങ്ങളും അതിൻ്റെ ഉടപ്പുള്ളൊരു ടെക്സ്റ്റുമാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് ബാക്ക്ഗ്രൗണ്ടും നമുക്ക് എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം. വേണമെങ്കിൽ നമുക്കതിനെ കൂട്ടിച്ചേർക്കാം. അതേപോലെ നമ്മളുടെ ഉദ്ദേശിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു ലെയർ സെറ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഒരു പേര് ഉൾപ്പെടുത്തണമെന്ന് കരുതുക. അപ്പോൾ അതിനായിട്ട് ഇവിടെ ലെയർ എന്ന് പറയുന്ന ബട്ടണിൽ ന്യൂ ലെയർ എന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റ് ഫയൽ എന്ന് ലെയറിന് പേര് കൊടുക്കുക. ടെക്സ്റ്റ് ഫയൽസ് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് ഫയൽ ബാക്ക്ഗ്രൗണ്ട് എന്നോ ഞാൻ ഷോർട്ട് ഫോമിൽ BG എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ടെക്സ്റ്റ് ഫയൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സാധനം. ഇതിന് ഞാൻ ഏറ്റവും മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏറ്റവും മുകളിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഏറ്റവും മുകളിലേക്കായി വന്നു. നമുക്കിതിൻ്റെ അടിഭാഗത്ത് ഒരു ബോട്ടം ഹെഡർ എന്ന് പറയുന്നൊരു സാധനം അല്ലെങ്കിൽ ബോട്ടം ബോർഡർ എന്ന് പറയുന്നൊരു സാധനം വെക്കണമെന്ന് കരുതുക. ഒരു ഷേപ്സ് നമ്മളിവിടെ ഒരു സെലക്ഷൻ ടൂളാണിത്, റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂളാണ്. ആ റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നു. നമുക്കതിനകത്തൊരു കളർ സെറ്റ് ചെയ്യണം, ഒരു വൈറ്റ് കളർ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് കളർ ടൂളിനകത്ത് നമ്മൾ വൈറ്റ് കളർ സെറ്റ് ചെയ്തു. ബക്കറ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ ഇവിടെയുള്ള ബക്കറ്റ് ടൂൾ എടുത്തിട്ട് ഇതിനകത്തേക്ക് ബക്കറ്റ് ടൂൾ സെറ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇത് ഇവിടെ വൈറ്റ് ആയിട്ടുണ്ട്. നമുക്കവിടെ സ്കൂളിൻ്റെ പേരോ സ്ഥാപനത്തിൻ്റെ പേരോ ഒക്കെ സെലക്ട് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അപ്പം ഒരു സ്ഥാപനത്തിന് ഒരു ABC ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ABCD സ്കൂൾ എന്ന് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ABCD സ്കൂൾ നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ സെലക്ട് ഓൾ കൺട്രോൾ ഓൾ എന്ന് അടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മൗസ് കീ വെച്ചിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മൊത്തം ബട്ടൺസ് സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ ആദ്യം ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടിയിടാം. ഫോണ്ട് സൈസ് കൂട്ടിയിട്ട് നമ്മളിവിടെ കളർ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഭാഗത്താണ് കളറിൻ്റെ ടൂൾ ഉള്ളത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാനത് കറുപ്പോ നീലയോ ചുവപ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു കളർ അവിടെ സെലക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്തു. ABCD സ്കൂൾ എന്ന രീതിയിൽ നമ്മൾ അതിനെ സെറ്റ് ചെയ്തു. നമ്മളത് ഏകദേശം സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. നമ്മളതിൻ്റെ ഫോണ്ട് സൈസ് ഒന്നും കൂടെ കൂട്ടി. നമുക്കിവിടെ ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെങ്കിൽ ഇവിടെ സാൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ആൽഫബറ്റ്സിനകത്ത് ABCD അങ്ങനെ ഏതെങ്കിലും ഒരു ബട്ടൺസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഫോണ്ട്സും അതിനകത്ത് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമ്മളൊരു അത്യാവശ്യം ഭംഗിയുള്ളൊരു ഫോണ്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഈ ഒരു ഫയലിനകത്ത് കൂടുതൽ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉൾപ്പെടുത്താം. അത് ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് ഫയലിനകത്ത് ഓപ്പൺസ് ആസ് ലെയർ എന്ന് പറയുന്ന ബട്ടൺസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫയൽ നിങ്ങൾ അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ ഒരു കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുഴുവൻ കാര്യങ്ങൾ ഒറ്റയടിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഫയൽസിനകത്ത് ഇത് സേവ് ചെയ്യാൻ രണ്ട് ഫോർമാറ്റുകൾ സേവ് ചെയ്യണം. ഒന്ന് നമുക്ക് എഡിറ്റബിൾ ആയിട്ടുള്ള ഫോർമാറ്റിൽ സേവ് ചെയ്യണം. അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽസിനകത്ത് സേവ് എന്ന് പറയുന്ന ബട്ടൺസിൽ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും .xcf എന്ന് പറയുന്ന ഒരു ബട്ടൺസിലാണ് അവിടെ ഉള്ളത്. .xcf ബട്ടൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ അതിനെ സേവ് ചെയ്യുന്നു. നമ്മളത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഫോൾഡറിനകത്ത് നമ്മളത് സേവ് ചെയ്ത് വെക്കുകയാണ്. നമ്മളത് സേവ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോർമാറ്റ് വാട്സപ്പിലേക്കൊന്നും അയക്കാൻ പറ്റില്ല. അപ്പോൾ അയക്കാൻ പറ്റാവുന്ന ഒരു ചിത്രത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ഫോർമാറ്റിന് .jpg അല്ലെ PNG ഫോർമാറ്റ് എന്ന് പറയും. ആ ഫോർമാറ്റിന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽസിനകത്ത് നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഫയൽസിനകത്ത് എക്സ്പോർട്ട് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ PNG എന്നോ JPG എന്നൊക്കെയാണ് വരുന്നത്. നമുക്ക് അതിനകത്ത് ഫോർമാറ്റിനകത്ത് ഏറ്റവും ഒരു ബെറ്റർ ഫോർമാറ്റ് എനിക്ക് PNG ആണ്. PNG ആകുന്ന സമയത്ത് നമ്മുടെ അതിൻ്റെ ക്വാളിറ്റി അങ്ങനെ കംപ്രസ് ചെയ്ത് പോകില്ല. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PNG ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഇവിടെ വരും. ഇതാ PNG ഫോർമാറ്റ്. ഈ PNG ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് എക്സ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബട്ടൺസ് എക്സ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കംപ്രസ് ചെയ്യാനുള്ള ക്വാളിറ്റി ലെവൽ വരും. അത് പരമാവധി 9 തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് ക്വാളിറ്റി കംപ്രസ് ആകാതെ നിലനിൽക്കും. അപ്പോൾ എക്സ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ ഒരു 4-5 MB വലിപ്പമുള്ള ഒരു ഫയലാണ് വരിക. അത് വാട്സപ്പിലേക്ക് അയക്കുന്ന സമയത്ത് വീണ്ടും അതിൻ്റെ സൈസൊക്കെ കുറയും. പൊതുവേ നമ്മൾ വാട്സപ്പിലൊക്കെയാണല്ലോ ഇപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റർ സർക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു സമയം എടുക്കും ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് കാണും. ഒരു മാക്സിമം ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ അത് സെറ്റാകും. അപ്പോൾ നമ്മുടെ ഫയൽസിനകത്ത് പോയി കഴിഞ്ഞാൽ അതവിടെ സേവ് ആയിട്ട് കിടക്കും.
ഇതാണ് ബേസിക്കലി ഒരു ജിമ്മിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റാവുന്ന ബേസിക് സാധനങ്ങൾ. അതിൻ്റെ PSD ഫോർമാറ്റാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതലായിട്ടുള്ള മറ്റ് പല ടൂളുകൾ പരിചയപ്പെടേണ്ടതുണ്ട്. അത്തരം ടൂളുകൾ നമുക്ക് വിശദമായി മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാമെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്തൊരു വീഡിയോനകത്ത് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.